ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് ആരൊക്കെ കയറി, എത്ര പേര് കയറി, നാളെ നമുക്ക് ലൈവിൽ കാണാൻ പറ്റും അവരെയൊക്കെ. ആരൊക്കെയാണ് കയറിയത്? രതീഷും സുരേഷും റസ്മിനും ശരണ്യയും അപ്സരയും ഗബ്രിയൊക്കെ ഉണ്ടോ? പറയാം. വിശേഷങ്ങളും അപ്ഡേറ്റുകളും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് അടുപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ കൺഫേംഡ് ആയിട്ടുള്ള 1-2 പേരുകൾ പറയാം നാളെ കയറുന്നത്. ഒന്നാമത്തത് അപ്സര കൺഫേംഡ് ആണ്, വീട്ടിൽ കയറി എന്നാണ് അറിയുന്നത്. പിന്നെ രണ്ടാമത്തത് ഞാൻ രതീഷിൻ്റെ പേര് പറയാം. കാരണം രതീഷിനെ ഇന്നലെ കൊച്ചി എയർപോർട്ടിൽ സിജോ ബ്രോനെ പിക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പ് രതീഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ രതീഷ് ബ്രോ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രതീഷ് എന്തായാലും ഇന്ന് കയറിയിട്ടുണ്ടാവണം. കാരണം ഇന്നലെ സന്ധ്യയ്ക്കാണ് പോയത്, ഒരു 6 മണിക്കൊക്കെയാണ് ഇവിടെ നിന്ന് കയറിപ്പോയത്. പിന്നെ ഇവിടെ നിന്ന് പോയത് ശരണ്യ ഇന്ന് പോയിട്ടുണ്ട് ചെന്നൈക്ക്. അപ്പോൾ ശരണ്യ ഓൾറെഡി ഇന്ന് തന്നെ കയറിയിട്ടുണ്ടാണ്, നേരത്തെയാണ് പോയത്. പിന്നെ റസ്മിൻ കയറി എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ കാര്യമാണ് ഇന്ന് കയറി നാളെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞത്. ഇനി ഗബ്രി എന്ന് കയറുമെന്ന് ഒത്തിരി പേര് ചോദിക്കുകയാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത് ജബ്രി ഹേറ്റേഴ്സിൻ്റെ അടുത്താണ്, ജാസ്മിൻ ഗബ്രി ഹേറ്റേഴ്സിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഗബ്രി നാളെ കയറും. ഓക്കെ, നാളെ ഗബ്രി കയറും. നമുക്ക് മിക്കവാറും മറ്റന്നാളായിരിക്കും മറ്റന്നാളാണ് ലൈവിൽ കാണാൻ പറ്റുന്നത്. ഇന്ന് ഗബ്രി പോയിട്ടുണ്ട് അങ്ങോട്ട്. നാളെ കയറും എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ജബ്രി ഹേറ്റേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അവരെ ഹേറ്റാണല്ലോ, അവർ അതിനകത്ത് കാണുമ്പോഴേ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം ദയവ് കരുതി ജബ്രി ഹേറ്റേഴ്സ് കാണാതിരിക്കുക, വന്നിട്ട് പോകാനുള്ളവരൊക്കെ പോട്ടെ എന്ന്. നിങ്ങൾ ഗ്രാൻഡ് ഫിനാലയുടെ ഒന്ന് കാണുക. ജബ്രിയെ ഇഷ്ടമുള്ളവരത് കാണുക, ഇഷ്ടമില്ലാത്തവരത് കാണണ്ട. ഞാനത് എടുത്ത് പറയാൻ കാരണം ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്, എല്ലാ ലെവലിലും ഒന്ന് ഒതുങ്ങി. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളാണ്. ഞാൻ കൊച്ചിയിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ തിരിച്ചു വന്നപ്പോൾ അർജുൻ ജാൻമണി പ്രശ്നം, ജാൻമണിയെ അർജുൻ അടിച്ചു പുറത്ത്, എന്തൊക്കെയാണോ എന്തോ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതുപോലെ ഫിനാലെ അടുക്കാറായി. ഇനിയെങ്കിലും ആരും മിണ്ടാതൊക്കെ ഇരിക്കുക. എന്തോ ആവട്ടെ. ഇനി 5 ദിവസത്തോടെ ആണല്ലോ, 5 ദിവസത്തോടെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ജബ്രി ഹേറ്റേഴ്സ് നിങ്ങൾ കാണണ്ട. നിങ്ങളിനി വീണ്ടും പോയി കണ്ടിട്ട് അയ്യോ അവരങ്ങനെ ചെയ്യുന്നു, അയ്യോ ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൊട്ടിക്കണ്ട. കാരണം ഓൾറെഡി ഇവിടെ മൊത്തം പൊട്ടിയിരിക്കുന്നു. ഇനി ഇത് എല്ലാവരുടെ വശത്തുനിന്നും പൊട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് അർജുൻ്റെ വശത്തുനിന്ന് അർജുനും ഭയങ്കര ഡീഗ്രേഡ് എന്ന് കേൾക്കുന്നു, ശ്രീധുവിന് ഭയങ്കര ഡീഗ്രേഡ് എന്ന് കേൾക്കുന്നു, അഭിഷേകിന് അറ്റാക്ക് ആരൊക്കെയോ ചെയ്യുന്നു എന്നറിയപ്പെടുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഋഷി എല്ലാവരുടെ കൂട്ടമായി ചേർന്ന് ആക്രമിക്കുന്നു എന്ന് പറയുന്നു. ജിൻഡോക്ക് കപ്പ് കൊടുക്കില്ലെന്ന് പറയുന്നു, ജാസ്മിനും കപ്പ് കൊടുക്കില്ലെന്ന് പറയുന്നു. ഇവർ പിന്നെ ഇത് ആർക്ക് കൊടുക്കും? എനിക്കൊരു പിടിയുമില്ല. ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല. ആ കാര്യങ്ങൾ അവരുടെ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ഒരൊറ്റ ദിവസം പോയപ്പോഴാണ് ഇത് ഇത്ര സംഭവിച്ചത്. എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഈ പറയുന്ന പോലെ ഹേറ്റേഴ്സിൻ്റെ അടുത്ത് എനിക്ക് അത്രയും ഭയങ്കര ടോക്സിസിറ്റി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹേറ്റേഴ്സ് വെറുക്കുന്നവർ ഇത്രയും നാൾ വെറുത്തിട്ട് ഔട്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി കണ്ടന്റ് തന്നുകൊണ്ടിരുന്ന ആളാണ്. എന്ത് ചെയ്താലും കണ്ടന്റ് തന്നു അയാളെ വെളിയിലിറക്കി. ഇനി നിങ്ങൾ കാണരുത്. പയ്യെ ഇനി അതുകൂടെ കണ്ടിട്ട് അതിൻ്റെ നെഗറ്റീവും കൂടെ എനിക്കിരുന്ന് വായിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. കമൻറ്റിൽ ഇരുന്ന് കേട്ട്. അപ്പോൾ നോക്കാം. പ്രൊമോ ഇപ്പോൾ വരും, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റിലായിട്ട് വരാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.